ഹലോ. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഷോർട്ടിൽ പറഞ്ഞ പോലെ CGL 2025 മെയിൻസ് എഴുതാനായിട്ട് പോകുന്നവർ അതായത് ടയർ 1 നന്നായിട്ട് എഴുതിയെന്ന് കോൺഫിഡൻസ് ഉള്ള ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് തുടങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്മീഡിയറ്റ് ബേസിസിൽ നമ്മുടെ മറ്റുള്ള ക്ലാസ്സൊക്കെ സൈമൾട്ടേനിയസ്ലി പോകും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സർ ആൻഡ് ഡെലിഗേഷൻ്റെ ക്ലാസ് പോകുന്നുണ്ട്. അത് കുട്ടികൾ നന്നായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് എസ്പെഷ്യലി ഫോർ ഈ വർഷം ടയർ 2 എഴുതുമെന്ന് നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് കാണാം. ബിക്കോസ് ഒബ്വിയസ്ലി ടയർ 1 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആൾക്കാർ എന്നാണെങ്കിലും ഇപ്പോൾ അടുത്ത വർഷമാണെങ്കിൽ നമ്മൾ ടയർ 2 വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇത് വേസ്റ്റേജ് അല്ല. പക്ഷേ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ബിഗിനേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. ഇത് നമ്മൾ മറ്റേ ബേസിക് അരിത്തമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ ടയർ 1 പഠിപ്പിക്കുന്ന പോലെ വളരെ സ്ലോ ആയിട്ട് കോൺസെപ്ച്വൽ ക്ലിയറൻസിൽ നിന്ന് പോകുന്നില്ല. ബിക്കോസ് ഐ പ്രസ്യൂം ഇത് കാണുന്ന ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഉള്ള ആൾക്കാരാണെന്ന് പ്രസ്യൂം ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇടുന്നത്. സോ അവർക്ക് ഉതകുന്ന ഒരു ലെവലിലായിരിക്കും, അവർക്ക് ഉതകുന്ന ഒരു സ്പീഡിലായിരിക്കും ഈ ക്ലാസ്സുകളുടെ വേഗതയെല്ലാം ഉണ്ടാവുക. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നന്നായിട്ട് അത്യാവശ്യം ഒരു ആവറേജ് ലെവലിൽ പ്രിപ്പയർ ചെയ്തവർ മാത്രം ഈ വീഡിയോസൊക്കെ കണ്ടാൽ മതി. ബാക്കിയുള്ളവർ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള വീഡിയോസ് കാണുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി വീഡിയോയിലോട്ട് കടന്നാൽ ഇതിനകത്ത് നമ്മൾ കൂടുതലും പ്രോബബിലിറ്റി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി, ആൾജിബ്ര, മെൻസുറേഷൻ, ജോമെട്രി, ഇതിനകത്തൊക്കെയുള്ള അഡ്വാൻസ്ഡ് മാത്സിൻ്റെ എല്ലാ കോൺസെപ്റ്റും ആയിരിക്കും ഇതിൽ കവർ ചെയ്യുന്നത്. പ്രീയിലുള്ള നമ്മളങ്ങനെ കവർ ചെയ്യുന്നില്ല. കാരണം മെയിനായിട്ടുള്ള ഒരു വെയിറ്റേജ് വരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കുമല്ലോ. സോ ഓൾസോ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അത് നമ്മൾ തുടരെ അപ്ലോഡ് ചെയ്യും. ബിക്കോസ് മെയിൻസിനൊരു ഇമ്മീഡിയറ്റ് അർജൻസി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ. ആരെങ്കിലും ആസ്പിറൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ചാനൽ റെക്കമെൻഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമുക്ക് ഗ്രോത്ത് വളരെ അത്യാവശ്യമാണ്, എന്നാലേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം.